ബാലൻ ദി ബോയ്. ക്ലൈമാക്സ് കഴിഞ്ഞ് സ്ക്രീനിൽ ഡയറക്ടറിന്റെ പേര് തെളിഞ്ഞപ്പോൾ ഞാൻ കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്ന് ആലോചിച്ചു. ഇയാള് നമ്മളെ എത്ര മനോഹരമായിട്ടാണ് പറ്റിച്ചത്. സിനിമ എന്ന് തന്നെ ഒരു പറ്റിക്കലാണല്ലോ. ആരാണോ ഏറ്റവും വിദഗ്ധമായി നമ്മളെ പറ്റിക്കുന്നത് അയാളാണ് ഏറ്റവും മികച്ച സംവിധായകൻ. സിനിമാറ്റിക് ലിബർട്ടീസ് ഒക്കെ വേണ്ടുവോളം എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്തിടത്ത് യഥാർത്ഥ കളി ഒളിപ്പിച്ചു വെച്ച് നമ്മുടെ ചിന്തകളെ മറ്റൊരു വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അതിവിദഗ്ധമായ ഹൈലി സാറ്റിസ്ഫൈയിങ് ആയ ഒരു ചതിയാണ് ഇവിടെ സംവിധായകൻ ചിദംബരം നടത്തിയിരിക്കുന്നത്. ബാലൻ ദി ബോയ് പീക്ക് പടം. ആവേശത്തിൻ്റെയും രോമാഞ്ചത്തിൻ്റെയും ഒക്കെ എഴുത്തുകാരനും സംവിധായകനുമായ ജിത്തു മാധവനാണ് ഈ സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് കേട്ടോ. ചിദംബരത്തിൻ്റെ സംവിധാനം. വാട്ട് ഈസ് ബാലൻ? ഈ സിനിമ എന്താണ് ആവാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു നെവർ സീൻ ഇമോഷണൽ ത്രില്ലറാണ് മേക്കേഴ്സ് ഉദ്ദേശിച്ചത്. സ്ട്രോങ് പെർഫോമൻസസും മ്യൂസിക്കും കൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന ഒരു ഇമോഷണൽ ത്രില്ലർ തന്നെയായി മാറിയിട്ടുണ്ട് പടം. പക്ഷേ അതിനെ സ്പെഷ്യലാക്കുന്നത് സിനിമയുടെ സ്റ്റോറിയല്ല, ട്രീറ്റ്മെൻ്റ് ആണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ കഥ കേട്ടാൽ ഒരു സാധാരണ കഥ എന്നതിലുപരി പ്രത്യേകിച്ചൊന്നും തോന്നാനില്ല. പക്ഷേ ആ കഥ സിനിമയാക്കി വെച്ചിരിക്കുന്നത് കണ്ടാൽ ഒരു സാധാരണ കഥയെ അസാധാരണമാക്കുന്നത് അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നതിലാണെന്ന് വീണ്ടും തെളിയിക്കുന്നു ബാലൻ. സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പടത്തിന്റെ കാസ്റ്റിംഗ് ആണ്. ഓരോ കഥാപാത്രത്തെയും എടുത്തു നോക്കിയാൽ അത്തരം റോളുകളിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന മുഖങ്ങളല്ല ബാലൻ. എക്സ്പീരിയൻസ്ഡ് ആയ നമുക്കറിയാവുന്ന ആക്ടേഴ്സ് ആണെങ്കിലും അവരുടെ നമ്മൾ കണ്ടുപിടുത്ത വേർഷൻസ് അല്ല സിനിമയിൽ. ഓരോരുത്തരും പുതിയ ആളുകളായി തോന്നുന്നു. ആ ഒരു ഫ്രഷ്നെസ് സിനിമയ്ക്ക് വലിയ അഡ്വാൻറ്റേജ് ആണ്. ഗണപതിയാണ് കേട്ടോ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ. ഗംഭീര വർക്ക്. കാരണം ഈ സിനിമയിലെ ഒരു വീക്ക് കാസ്റ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ മുഴുവൻ സ്ട്രക്ചറും തകരുമായിരുന്നു. എസ്പെഷ്യലി ബാലനും അമ്മയും. ആദിശേഷൻ, ഫർസാന പാലത്തിങ്കൽ, മുഹമ്മദ് സിനാൻ. ഈ സിനിമയുടെ ഇമോഷണൽ വെയിറ്റ് മുഴുവൻ ഇവരുടെ തോളിലാണ്. ഇവർ പാളിയിരുന്നെങ്കിൽ സിനിമയും പാളുമായിരുന്നു. പക്ഷേ 3 പേരും എക്സ്ട്രാordinary പെർഫോമൻസ്. പിന്നെ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, ടൊവിനോ തോമസ്. കാരണം നമ്മൾ ഇന്ന് വരെ കണ്ട ടൊവിനോ അല്ല ഇവിടെ. ഹീറോയിസം ഇല്ല, ഓഡിയൻസിനെ ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമങ്ങളൊന്നുമില്ല. പക്ഷേ സ്ക്രീനിൽ വരുമ്പോഴൊക്കെ നമ്മുടെ കണ്ണ് അങ്ങോട്ടേക്ക് പോകും. വളരെ കൺട്രോൾഡായ, മെച്ചൂർഡായ, സിനിമയ്ക്ക് ആവശ്യമായത് എന്താണോ അത്രമാത്രം ഡെലിവർ ചെയ്യുന്ന പെർഫോമൻസ്. ആക്ച്വലി പെർഫോമൻസസ് എടുത്തു പറയാൻ തുടങ്ങിയാൽ ഒരാളെ മാത്രം എടുത്തു പറയാൻ പറ്റില്ല. കാരണം ബീന ആന്റണി, ജീൻ പോൾ ലാല്, അമ്മച്ചി, അങ്ങനെ ഓരോരുത്തരും സിനിമയുടെ ആ ഒരു വേൾഡിൽ ശരിക്കും ജീവിക്കുന്ന ആളുകളായി തന്നെ തോന്നി. ഇനി മറ്റൊരു കാര്യം, ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത് അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി കൊണ്ടാണ്, ലുക്ക് ആൻഡ് ഫീൽ കൊണ്ടാണ്. ഷൈജു ഖാലിദ് ഇപ്പോൾ പല സിനിമകളും കാണുമ്പോൾ എല്ലാം ഒരേ ടെക്സ്ചറാണ്. ലോഗിൽ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് DI ചെയ്യുമ്പോൾ ചായം വാരി പൂശി ഷാഡോസ് കൊണ്ടുള്ള ഡെപ്തോ കളേഴ്സ് കൊണ്ടുള്ള ബ്യൂട്ടിയോ ഒന്നും ഇല്ലാത്ത വളരെ പ്ലെയിൻ ആയിട്ടുള്ള സിനിമകളാണ് കാണുന്നവയിൽ ഭൂരിഭാഗവും. ഫ്ലാറ്റ്, കളർലെസ്, ക്ലിനിക്കൽ. ചില സിനിമകളൊക്കെ കാണുമ്പോൾ ICU റൂമിൽ ഇരുന്നാണ് നമ്മൾ സിനിമ കാണുന്നതെന്ന് തോന്നും. അതാണ് ലുക്ക് ആൻഡ് ഫീൽ. പക്ഷെ ഇവിടെ ബാലന് ഒരു കളറുണ്ട്, ഒരു ജീവനുണ്ട്, ഷാഡോസ് ഉണ്ട്, ടെക്സ്ചർ ഉണ്ട്. ഓരോ ഫ്രെയിമിനും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. പഴയ ഫിലിമിറയിലെ സിനിമകൾ കാണുന്ന പോലെ നല്ല സാച്ചുറേഷനുള്ള മഞ്ഞയും ഓറഞ്ചും പച്ചയും കളർ പാലറ്റുകളുള്ള സുഖമുള്ള സിനിമാറ്റോഗ്രഫി. അതുകൊണ്ട് തന്നെ സിനിമ കാണുമ്പോൾ കണ്ണിന് ഒരു കുളിർമയാണ്. ഷൈജു ഖാലിദിന്റെ ഛായാഗ്രഹണം പോലെ തന്നെ സുഷിൻ ശ്യാമിന്റെ സംഗീതം. സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ കുറച്ച് പേസ് താഴുന്നുണ്ട്. ഇത് എനിക്ക് തോന്നിയ ഒരു ഏക നെഗറ്റീവാണ്. പക്ഷെ അതിനെ നെഗറ്റീവ് എന്ന് പോലും വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല. കാരണം ഈ കഥയ്ക്ക് അവിടെ ഒരു ബ്രീത്തിങ് സ്പേസ് വേണം. മേ ബി ഫസ്റ്റ് ഹാഫ് അത്ര ഇവൻറ്റ്ഫുള്ളും ഫാസ്റ്റും ആയതുകൊണ്ടാവാം സെക്കൻഡ് ഹാഫ് ചിലർക്ക് സ്ലോ ആയി ഫീൽ ചെയ്തേക്കാം. എന്തായാലും ആ പോർഷൻസിലൊക്കെ സുഷിനാണ് സിനിമയെ വീണു പോകാതെ താങ്ങി നിർത്തുന്നത്. അവിടെ മാത്രമല്ല, സിനിമ മുഴുവൻ ഒരു സൈലന്റ് ഗാർഡിയനായി സുഷിന്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. മ്യൂസിക് അല്ല, മാജിക്. ക്ലൈമാക്സിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാരണം ഈ സിനിമ സ്പോയിൽ ചെയ്യുക എന്ന് വെച്ചാൽ അത് ശിക്ഷ അർഹിക്കുന്നൊരു കുറ്റമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. ഒരുപാട് കാലത്തിന് ശേഷം ഒരു മലയാള സിനിമ കണ്ടു കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം ആ സീറ്റിൽ തന്നെ ഇരുന്നു. ഒന്നും മിണ്ടാൻ കഴിയാതെ, ഒന്നും ചെയ്യാൻ കഴിയാതെ. അത് ഒരു ഷോക്ക് കൊണ്ടൊന്നുമല്ല കേട്ടോ, ഒരുതരം ചില്ലായിപ്പോയി. ആ ലാസ്റ്റ് സീക്വൻസസ് എങ്ങനെ കൺസീവ് ചെയ്തു, എങ്ങനെ അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ കൈയടിക്കാൻ പോലും മറന്ന് സംവിധായകനെ നിശബ്ദമായി അഭിനന്ദിക്കുകയായിരുന്നു മനസ്സിൽ. ബാലൻ എല്ലാവർക്കും വർക്കാവും അറിയില്ല, പക്ഷേ സിനിമയെ സ്നേഹിക്കുന്നവർക്ക്,
ക്രാഫ്റ്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നവർക്ക്, പെർഫോമൻസസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. മനസ്സ് നിറയ്ക്കും. ടു കൺക്ലൂഡ്, ബാലൻ ദി ബോയ് ഒരു വലിയ കഥ പറയുന്ന വമ്പൻ സിനിമയൊന്നുമല്ല. പക്ഷേ ഒരു സാധാരണ കഥയെ ഒരു അസാധാരണ അനുഭവമാക്കി മാറ്റാൻ കഴിയുമെന്ന് വീണ്ടും തെളിയിക്കുന്നൊരു സിനിമയാണ് ബാലൻ. പേഴ്സണലി, പീക്ക് മോളിവുഡ്.